ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മുടെ വയനാട് ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവർ അത് വേഗം ഒന്ന് പോയി കാണുക. അപ്പോൾ പാർട്ട് 2 കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ കണ്ടത് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നില്ലാന്ന്. അങ്ങനെ നമ്മൾ റിസോർട്ട് ഒരു 10 മണിയാകുമ്പോഴേക്ക് തന്നെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ പുറത്ത് വന്നിനി. അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു വൈത്തിരി ഫാമിലോട്ടാണ്. അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് വരുന്നത് 250 രൂപയാണ്. 250 ലാഭം തന്നെയാണ് ഇവിടെ. അപ്പോൾ നമ്മളിങ്ങനെ വന്നിട്ട് ഇതാണ് ഇവിടെ കുറേ പാർക്കിംഗ് എല്ലാം ഉണ്ട്. ആൾക്കാരെല്ലാം കുറവായിരുന്നു, ഒന്നാമത് മഴയല്ലേ. അതേപോലെ പിന്നെ ഇവിടെ കൽപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് മണ്ണിടിച്ചിൽ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മളിതാ ഇവിടെ വൈത്തിരി ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ മെയിനായിട്ട് കുറേ മൃഗങ്ങളുണ്ട്. അപ്പം നമ്മളിവിടെ മക്കാവ് എന്ന് പറയുന്ന ഒരു ബേർഡിനെ കണ്ട്, ഞങ്ങൾക്ക് അറിയായിരിക്കും, പഞ്ചവർണ്ണ തത്ത. അപ്പോൾ അതിനെ നമ്മൾ കണ്ട് നല്ല ഒച്ചപ്പാടും ബഹളല്ലേനും അവിടെ. അങ്ങനെ നമ്മളിത് അടുത്തതായിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നമ്മൾ പാമ്പിനെ കഴുത്തിലേക്ക് ഇടാൻ വേണ്ടി പോയിന്ന്. അപ്പോൾ ഞാൻ ആദ്യം ചങ്ങായിട്ട് എനിക്കെന്തോ ഒരു പേടി പോലെ ഉണ്ടായി ഫസ്റ്റ് ടൈം. അപ്പോൾ ഇവനിട്ട് എല്ലാവരും ഇട്ട് കണ്ടതിൽ ഇപ്പോൾ പിന്നെ ഒരു ധൈര്യമായി. അപ്പം പാമ്പ് 2 തരം പാമ്പാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതിനെ എനിക്ക് തോന്നുന്നു രാവിലെ തന്നെ ഇത് സ്ട്രെസ് ആവുന്നതുകൊണ്ട് വൈകുന്നേരം പിന്നെ അടുത്ത പാമ്പ് അങ്ങനെ അങ്ങോട്ടാണ്. അപ്പോൾ ഇതൊരു നല്ല പാവം പിടിച്ചൊരു പാമ്പിനെ നമ്മൾ കഴുത്തിലിട്ട്. അപ്പം വേറെ ഒരുത്തന്നെ ഇതാണ് നമ്മളെ ശിവനെ പോലെ ഉണ്ട്, കഴുത്തിലൊട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അപ്പോൾ നല്ല വൈബായിരുന്നു അവിടെ. പാമ്പിനെ ഇട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് ഇനി അടുത്ത് ഞാനാണ് ഇടാൻ വേണ്ടി പോയേ. എനിക്ക് ആദ്യം നല്ല പേടി ഉണ്ടായിനു, എനിക്ക് കുറച്ച് പേടി ഉണ്ടായിന് എനിക്ക് ആദ്യം കേട്ടോ. അങ്ങനെ നമ്മൾ പാമ്പിനെയും കണ്ടു. പിന്നെ ഇത് കുറച്ച് എലിയെല്ലാം ഉണ്ടായിന്. ഇതാണ് നമ്മളിപ്പം കഴുത്തിലിട്ട പാമ്പ് കേട്ടോ. അങ്ങനെ പാമ്പിനെയും കണ്ട്. ഇത് വേറൊരു തരം പാമ്പാണ്. ഇതിനെ കാണുമ്പോൾ തന്നെ ചെറിയ പേടിയുണ്ട്. ഭയങ്കര ഒരു അഗ്രസീവ് പോലെയാണ് കാണുമ്പോൾ തന്നെ. പിന്നെ അത് ഇങ്ങനത്തെ 2 പാമ്പ് അവിടെ ഉണ്ടായേ. പിന്നെ നമ്മളിനി അടുത്തത് കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കുറേ ബേഡ്സിനെയും കാണാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, അതിന് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതാ ഇങ്ങനത്തെ 2 തത്തേനെ പോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിനി. ഓക്കെ, നല്ല രസേനും കയ്യെല്ലാം പിടിച്ച് കടിച്ചിന്, നല്ലൊരു കടിയെല്ലാം കിട്ടി, അടിപൊളിയേനും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വൈത്തിരി ഫാം. ഇവിടെ വേണ്ടി നിങ്ങൾക്ക് ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് അടുത്തത് പൂച്ചേനെ നോക്കാനാണ്. ഇവിടെ കുറേ പൂച്ചയുണ്ട്, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് ഇരിടായിരുന്നു, അപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാനത് ഇവിടെ ആഡ് ചെയ്യാത്തത്. ഇത് പിന്നെ മറ്റേ ചെറിയൊരു തത്തക്കുഞ്ഞിനെ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിനെ ഫീഡ് ചെയ്യിക്കുക. അങ്ങനെ നമുക്ക് ഈ ചങ്ങയ്യാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഗൈഡ് ചെയ്യുക. അപ്പം ഒരു ബത്തക്കില്ലേ, തണ്ണിമത്തൻ നമ്മളെ കയ്യിൽ തന്നിനു. അപ്പോൾ തണ്ണിമത്തൻ നമ്മളിത് ഇങ്ങനെ അവർക്ക് കൊടുക്കുക. അപ്പം കൈമിലേക്ക് ഇങ്ങനെ പാറി വരും. കുറേ ബേഡ്സ് വന്നിനു എൻ്റെ കയ്യിലേക്ക്. കാണിച്ചാൽ ആദ്യമൊന്നും മൈൻഡ് പോലും ആക്കുന്നുണ്ടായിട്ട് പിന്നെ 1-2 വന്ന് കൈമിലെല്ലാം ഇരുന്ന്. ഇവൻ്റെ കയ്യിലും കൈമിൽ ഇഷ്ടം പോലെ വന്നിരിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇതാ അങ്ങനെ എൻ്റെ കൈമിലേക്കും വന്ന് 2-3 വന്നിരുന്ന് തിന്നുവെന്ന്. പക്ഷെ പാവാന്നൊന്നും ചെയ്യുന്നില്ല. ചില സമയം വന്ന് ചെവിക്കെല്ലാം കടിക്കും പോലും. പക്ഷെ നമുക്കങ്ങനെ കടിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പാവേനും കുറേ ഉണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിൽ ഭാഗത്തിലും കുറേ ഉണ്ടായിന്. അങ്ങനെ നമ്മളിതാ അവിടുന്ന് തത്തകളുണ്ട് ആയിരുന്നു ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്തത് ഇതേപോലെ തന്നെ വേറൊരു തരം ഒരു പക്ഷിയാണ്. അതിനെയും കണ്ടു. പിന്നെ ഉണ്ടായത് ഇതാ ഈ ഒരു ജീവിയാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കാണാൻ നല്ല ക്യൂട്ടാണ്. അതിൻ്റെ ഫേസ് കാണാൻ നല്ല രസമുണ്ട്. ചെറിയ ഫേസാണ്, ചെറിയ കണ്ണ്, ചെറിയ മൂക്കെല്ലാണ്, കണ്ടില്ലേ. നല്ല രസം എന്ന് പറഞ്ഞാൽ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് വിളിക്കുമ്പോൾ തന്നെ വരുന്നില്ലുണ്ട് അടുത്തേക്ക്, പക്ഷെ ദേഷ്യത്തിലാണേ. അങ്ങനെ കുറേ അതിനെ കണ്ട് കളിപ്പിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് പോയതേട്ടാ. അടുത്തത് ഇതാ കുറേ വേറെ തരം തത്തകൾ. അതെല്ലാം കുറേ ഉണ്ടായിന് അവിടെ. അതും കണ്ടു. ഇത് വേറൊരു തരം തത്തയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. അതിന് നമുക്ക് മറ്റേ ഈ സൺഫ്ലവർ സീഡില്ലേ, അതാണ് അവർക്ക് ഫീഡ് ചെയ്യേണ്ടത്. അത് നമുക്കവർ തന്ന്. ഇതാ കുറേ എണ്ണം കൈമിൽ വന്നിരുന്നു. കുറേ ഉണ്ടായിന് കേട്ടാ അത്. പിന്നെ എൻ്റെ കൈമിൽ ഒന്നിൽ ക്യാമറ ആയതുകൊണ്ട് അത് കണ്ടിങ്ങനെ പേടിക്കുന്നുണ്ട്. അതിന് 2
സോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് വൈത്തിരി ഫാമിലാണ്. അഖിലിനെ പക്ഷികളെ പേടിയുണ്ട്, പക്ഷേ അവൻ പേടിയില്ലാത്ത ഭാവത്തിൽ ഇങ്ങനെ നടന്നു പോകുന്നു. പക്ഷീൻ്റെ കൂട്ടിൽ കയറി ഫോട്ടോ എടുക്കാൻ നോക്കുക. പക്ഷേ ഫോട്ടോ എടുക്കാൻ മുന്നേ മൊത്തത്തിൽ ഭയം ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ എടുത്ത ഇതാ നമ്മളെ താറാവിൻ്റെ ഇടയ്ക്കൊന്നും കൈയിടാൻ പറ്റൂല പറഞ്ഞ് അത് കൊത്തും. അപ്പോൾ മുട്ടയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനായിട്ട്. അതിൻ്റെ അകത്ത് നമ്മൾ താറാവിനെയും കണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ കൂട്ടിൽ വലിയ മുയലാണ്. മുയലിനെയാണെന്ന് അതിന് പറയാം, ആദ്യമായി വലിയ മുയലാണ്. അപ്പോൾ അതിനെയും കണ്ട്. പിന്നെ അതിൻ്റെ അങ്ങോട്ട് കുറച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇഗ്വാന കുറേ ഉണ്ടായിന് അവിടെ. നിങ്ങൾക്ക് ഇപ്പം കാണാം വീഡിയോയിൽ. ഇങ്ങനെ അട്ടിക്കട്ടി കുറേ എണ്ണം ഉണ്ടായിന്. നല്ല രസേനും ഇഗ്വാനെ കാണാൻ. അത് ചൂടിന് വേണ്ടിയിട്ട് ആ ബൾബിൻ്റെ താഴെയാണ് എല്ലാം മേത്ത് കടന്നിട്ടുണ്ടായി. അടുത്തത് ഇങ്ങനെ ഒന്ന് പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അവിടെ. പിന്നെ അടുത്തത് ഇതാ ഈ ഒരു സംഭവമാണ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇതും വന്നിന്. ഇതും വിളിച്ചപ്പോഴെല്ലാം വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും കൂട്ടിൽ കൈയിടാൻ പറ്റില്ല, കടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാരും അതിൻ്റെ തൊടാനോ അങ്ങനെയൊന്നും നിന്നിട്ടില്ല. പക്ഷെ എല്ലാം കാണുമ്പോൾ ഒരു പാത്താനെ പോലെ ഉണ്ട്, കണ്ടില്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഫിഷ് സ്പാ ഉണ്ടായി. ഇതെല്ലാം നമുക്ക് ഫ്രീ ആണ് കേട്ടോ. ഈ 250 തന്നെ ഉള്ളതാണ്. നമുക്ക് എത്ര മണിക്കൂർ വേണ്ടിക്കും ഇതിൽ കാലിട്ടിരിക്കാം. ഞാനങ്ങനെ കുറേ ടൈം കാലിട്ട് നമ്മളൊരു 15-20 മിനിറ്റോളം കാലിട്ടിട്ട് അവിടെ നിന്ന് ഫിഷ് സ്പാ ചെയ്തിന്. പിന്നെ അതിൻ്റെ അപ്പുറത്തത് കോഴിക്കാർപ്പിൻ്റെ ഇതുണ്ട്. അവിടെ നമുക്ക് ഫീഡ് ചെയ്യാം മീനിനെ. കുറേ കോഴിക്കാർപ്പുണ്ട് അവിടെ കേട്ടോ. പിന്നെ ഇതാ ഒട്ടകമുണ്ട്, കുതിരയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒട്ടകപ്പക്ഷിയുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊന്നും നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ഒന്നാമത് നിങ്ങൾക്ക് കാണാൻ നല്ല മഴയാണ്. പിന്നെ അതിൻ്റെ അപ്പുറം ആടിന് നമ്മൾ ഫീഡ് ചെയ്തതാണ്. മഴയായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അങ്ങനെ നമ്മളിതാ കുറേ ഗെയിംസും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. അതിൽ നമ്മൾ ചെയ്തു അവിടുന്ന്. അതും കഴിഞ്ഞ് നമ്മളിതാ നേരെ നാട്ടിലേക്ക് പോയത്. നമ്മൾ കോഴിക്കോട് പോയിട്ടുണ്ടായിന്. കോഴിക്കോട് താമരശ്ശേരി ചുരം വഴിയാണ് പോയത്. അപ്പോൾ ഇത് അവിടെ നിർത്തി നമ്മൾ നല്ല ഫോട്ടോസും കുറേ കുരങ്ങുകളും ഉണ്ടായി. നല്ല കോടയുണ്ടായിന് താഴെ. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോകാൻ പറ്റിയില്ല. നമ്മൾ കോഴിക്കോട് SM സ്ട്രീറ്റിലാണ് പോയത്. ബീച്ചെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു മഴയായതുകൊണ്ട്. അങ്ങനെ നമ്മളിതാ ചുരത്തിലെ ഫുള്ള് വീഡിയോസും കുറേ ഫോട്ടോസും എല്ലാം എടുത്ത് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ താമരശ്ശേരി ചുരം. ഏറ്റവും മേലെയാണ് നമ്മളുണ്ടായത്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ കോഴിക്കോടേക്ക് പോകുന്നത് കാരണം അവിടുത്തെ ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഒന്നാമത് നല്ല മഴയും പിന്നെ അവിടെ കടത്തി വിടുന്നുണ്ടായില്ല. അപ്പോൾ കോഴിക്കോട് നമ്മൾ രാത്രി ആകുമ്പോഴേക്ക് തന്നെ തിരിച്ച് പോയിന് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ഒരു വയനാട് ട്രിപ്പിൻ്റെ വീഡിയോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ 2 പാർട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.